ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മുടെ നീലു വരുമ്പോൾ നമ്മുടെ നീലുവിന് വേറൊന്നല്ല, ഇന്നും കപ്പ തന്നെയാണ് ഗായ്സ്. അപ്പോൾ അമ്മ ഇന്നലെ വരുമ്പോഴും കുറച്ച് കപ്പ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഇന്നൊരു കപ്പ സ്പെഷ്യലാവട്ടെ. ഇന്ന് ചട്ടിയിൽ, അതായത് കലത്തിൽ നമുക്ക് വയ്ക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അതായത് അടുപ്പിൽ വയ്ക്കാം. അപ്പം ഞാൻ പുറത്താണ് കേട്ടോ നമ്മുടെ കപ്പ പുഴുങ്ങാനായിട്ട് വെക്കുന്നത്. അപ്പോൾ അതിൻ്റെ ചാരമൊക്കെ മാറ്റി നമ്മൾ രാവിലെ ഒന്ന് ചോറും വെള്ളവും നമ്മൾ ഈ പുറമേയുള്ള അടുപ്പിലാണ് വെക്കുക. കറിയും മറ്റ് ചായ പോലുള്ള സംഭവങ്ങളാണ് നമ്മൾ ഉള്ളിലത്തെ അടുപ്പിൽ വെക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് തീ പിടിപ്പിച്ചിട്ട് എന്ത് ചെയ്യാം, കപ്പ പുഴുങ്ങാനായിട്ട് വെക്കാൻ ഗൈസ്. എൻ്റെ ഇടയിൽ വാമി വന്നിട്ട് ഒരേ പണി എനിക്ക് വേറെ തരുന്നുണ്ടായിരുന്നു കേട്ടോ. അത് വേറെ തീയൊക്കെ പിടിപ്പിച്ച് നമ്മൾ വെച്ചു. അപ്പോൾ കപ്പ അടുപ്പിലിരുന്നത് വേവണ സമയം നമുക്ക് ബാക്കി കുറച്ച് പണികളൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് കുറച്ച് പാത്രമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകി വയ്ക്കുകയായിരുന്നു ഞാൻ. ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് നമ്മൾ വീഡിയോസൊക്കെ എടുക്കുമ്പോൾ ഒരു എന്താ പറയുക, മനസ്സിലൊരു സുഖമാട്ടോ. കാരണം വേറൊന്നുമല്ല, അപ്പോൾ ഇത്രയും നാൾ നമ്മൾ ഇതൊന്നും ചെയ്യാണ്ട് കുട്ടികളുടെ കാര്യം വീട്ടിൽ പണിയും കഴിഞ്ഞിട്ട് മിണ്ടാണ്ടിരിക്കുക മാത്രമായിരുന്നു. അപ്പോൾ ഇപ്പോൾ ഈ ചാനലൊക്കെ തുടങ്ങി നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്ത് മനസ്സിന് എന്താ വെച്ചാൽ നമുക്ക് ഇഷ്ടപ്പെട്ടിട്ട് ഒരു കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഉള്ളൊരു സുഖമില്ലേ, ആ സുഖത്തിലൂടെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നല്ലപോലെ എൻജോയ് ചെയ്തിട്ടാട്ടോ അതൊക്കെ ചെയ്യുന്നത്. എനിക്കിഷ്ടമാണ് ഇങ്ങനെയൊക്കെ ചെയ്യാനും. പിന്നെ ഓരോരുത്തരുടെ നല്ല നല്ല കമൻറ്റ്സ് വാങ്ങിക്കുമ്പോഴൊക്കെ ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ. ഒരുപാട് പേര് എന്നെ സ്നേഹിക്കുന്നു അറിയുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അതൊക്കെ കഴിഞ്ഞ് അടുക്കളയിൽ കുറച്ച് കവറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതും എടുത്തിട്ട് നമ്മുടെ വേസ്റ്റ് ബിന്നിൽ ഇടാൻ വേണ്ടി പോവുകയാണ്. നമ്മുടെ ഹരിതസേനയിൽ ചേച്ചിമാർ വരും, അവർ വന്നിട്ട് അങ്ങനെ കളക്ട് ചെയ്യും കേട്ടോ. നമുക്ക് നമ്മുടെ കപ്പ വന്നിട്ട് അടുപ്പിലാണല്ലോ, അടുപ്പിൽ കപ്പയായിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കത് കടുക് താളിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ കൂട്ടൊക്കെ ചേർക്കാൻ വേണ്ടിയിട്ട് ചട്ടിയിൽ വയ്ക്കാം. അപ്പോൾ ഞാൻ ഇത് ഗ്യാസിൽ വെക്കുന്നതാണ്. അപ്പോൾ അടുപ്പിൽ വെക്കുമ്പോൾ ഇതിൻ്റെ അടിയിൽ കരിയാവാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ട്രിക്കുണ്ട്. ചിലരൊക്കെ ചെയ്യുന്നതായിരിക്കും, ഞാൻ ഇങ്ങനെ ചെയ്യാറുണ്ട്. ഒന്ന് കാണാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ബാക്കിലായിട്ട് കുറച്ച് ചാരം എടുത്തിട്ട് തേച്ചാൽ മതി. അപ്പോൾ നമുക്കിതിൻ്റെ അടിയിൽ അധികം കരി പിടിക്കില്ല കേട്ടോ നമ്മുടെ പാത്രത്തിൽ. ഈ ചട്ടി അടുപ്പിൽ വയ്ക്കാം. നമ്മുടെ എണ്ണ ചൂടാവുമ്പോൾ സാധാരണ എന്താ ചെയ്യുക, കടുകിടുക. അപ്പോൾ കടുകിട്ട് കുറച്ച് ജീരകം ഉണ്ട് കേട്ടോ. ഞാൻ കുറച്ച് സവോള, ഞാനൊരു 2 സവോള എടുത്തിരിക്കണം, ചെറിയ 2 സവോള. എന്നിട്ട് നന്നായിട്ടത് മൂപ്പിക്കുക. ഇവിടെ എൻ്റെ കൂടെ വേറൊരാളും കൂടി ഉണ്ട് കുക്ക് ചെയ്യാൻ. അപ്പോൾ അതും ഒരടുപ്പാണ്. ഇപ്പോൾ മഴ പെയ്തപ്പോഴാണ് ഇങ്ങോട്ട് മാറ്റിയത്. മഴ ഇല്ലാത്തപ്പോൾ നമ്മൾ അവിടെയാണ് കേട്ടോ കത്തിക്കുക. വേനൽക്കാലം മുഴുവൻ അവിടെയാണ് കത്തിക്കുക. അപ്പോൾ പുക ഉള്ളിലേക്ക് കയറാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് അമ്മ അവിടെ ഒരു അടുപ്പ് ഉണ്ടാക്കിയത്. അപ്പോൾ മഴ പെയ്യുമ്പോൾ രാത്രിയൊക്കെ മഴ പെയ്യാന്നുണ്ടെങ്കിൽ അടുപ്പ് നനയേണ്ട വേണ്ടിയിട്ട് മേലെ ഷീറ്റൊക്കെ ഇട്ടിരിക്കുകയാണ്. ഉള്ളി ചെറുതായിട്ട് മൂത്ത് വന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ പൊടികളെല്ലാം കൂടിയിട്ട് ഇതിലേക്ക് തട്ടുക. അപ്പം നമ്മുടെ കപ്പ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാനപ്പോൾ ഉണ്ണി അടുത്തായത് കൊണ്ടേ അവൾ മാറുന്നേ ഇല്ല. അപ്പോൾ അത് കണ്ടിന്യൂസ് ആയിട്ട് കാണിക്കാനായിട്ട് പറ്റിയില്ല. നമ്മുടെ ഈ ചട്ടിയിൽ നിന്ന് മാറ്റിയിട്ടുണ്ട്. അപ്പം ഈ കരി അതായത് ഇങ്ങനെയാണ് പിടിച്ചിരിക്കുന്നത്. ജസ്റ്റ് ഒന്ന് കഴുകിയാൽ പോകും കേട്ടോ. ഞാനൊന്ന് കാണിച്ചു തരാം. ഒരു ഐഡിയ ഉണ്ട്. ഈ കരിയാവാത്ത ചട്ടികൾ അടുപ്പി വയ്ക്കുന്നതിന് മുന്നേ കുറച്ച് ചാരം എടുത്തിട്ട് തേച്ച് പിടിപ്പിച്ചിട്ട് അടുപ്പി വെച്ചാൽ അധികം കരിയൊന്നും പിടിക്കാതെ, ഇപ്പോൾ കരി പിടിച്ചാൽ നമുക്ക് നന്നായിട്ട് ഉരച്ച് കഴുകണം. ഇതിപ്പോൾ അതൊന്നും വേണ്ട, സിമ്പിളായിട്ട് ജസ്റ്റ് കൈ കൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് കഴുകി വിട്ടാൽ പോകും. അപ്പോൾ അത് അറിയാത്തവരുണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുക.
ആർക്കും ഒരു വെറൈറ്റി ഇഷ്ടമില്ലാത്തത്. അപ്പോൾ ഇന്നൊരു ബൂസ്റ്റ് ഇട്ടൊരു ചായ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് വൈകുന്നേരം അപ്പോൾ കുറച്ച് ഒരു പാക്കറ്റ് പാലും വാങ്ങിച്ചിട്ട് വന്ന് അങ്ങനെ 2 പാക്കറ്റ് ബൂസ്റ്റൊക്കെ വാങ്ങിച്ചിട്ട് വന്ന് ഞങ്ങൾ ഇന്ന് വൈകുന്നേരത്ത് ഇങ്ങനെ പോട്ടെ എന്നായി. അപ്പോൾ അതൊക്കെ ചായയൊക്കെ കുടിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. ചെറുത് വന്നിട്ട് അങ്ങോട്ട് ഇങ്ങോട്ട് എന്നൊക്കെ പറഞ്ഞ് നടക്കുന്നുണ്ട്, എൻ്റെ ഒപ്പം നിൽക്കുന്നുണ്ട് പാവം. ചേച്ചി ഉണ്ടെങ്കിൽ അവൾ അങ്ങനെ കളിച്ച് അങ്ങനെ നടക്കും. അപ്പോൾ അവൾ ഇല്ലാത്ത സമയങ്ങളിൽ എൻ്റെ വായിൽ തൂങ്ങി ഇങ്ങനെ നടക്കും ആൾ ചെറുത്. വന്നു കഴിഞ്ഞ് പിന്നെ രണ്ടും കൂടി കുസ്തിയായിരിക്കും. നമ്മുടെ നീലൂട്ടിക്കും ഇതെനിക്കും. കൊള്ളാം, പക്ഷേ ഇച്ചിരി എരിവ് കൂടി വയസ്സ്. അപ്പോൾ ഇതേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ പരിപാടി, നമ്മുടെ വൈകുന്നേരത്തെ പരിപാടി. അപ്പോൾ ഈ കൊച്ചു വീഡിയോ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്താൽ, എനിക്ക് വേണ്ടി കൊച്ചു വീഡിയോ കാണാൻ ടൈം സ്പെൻഡ് ചെയ്താൽ എല്ലാവരോടും ഒരുപാട് താങ്ക് യു. അപ്പോൾ തുടർന്നും എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പുതിയതായി കാണുന്ന എല്ലാ കൂട്ടുകാരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. ഓക്കെ, ബൈ.